ഇന്നൊരു ചക്ക മഹാമഹമാണ് നടക്കുന്നത്. ഒരു ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുകയാണ്. നാട്ടിൽ വെക്കേഷന് വന്നാൽ എല്ലാ പ്രാവശ്യവും പതിവുള്ളൊരു സീനാണിത്. ഇന്ന് ഞങ്ങൾ വീട്ടുമുറ്റത്തുള്ള ഒരു പ്ലാവിൽ നിന്നാണ് ചക്ക ഇടുന്നത്. ചക്ക ഇടാൻ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം ചക്ക പ്ലാവിൽ കയറിയ ആളില്ലാന്നുണ്ടെങ്കിൽ തോട്ടി കൊണ്ട് വലിച്ചിടണം. പക്ഷെ ഞങ്ങളുടെ കാർത്തുമ്മ ഭയങ്കര എക്സ്പേർട്ടാണ്. കാർത്തുമ്മയുടെ സഹായം കൊണ്ട്, പിന്നെ ഞങ്ങളുടെ വേറൊരു ചേച്ചിയുണ്ട്, ഭവാനി ചേച്ചിയുടെ സഹായം കൊണ്ടാണ് ഞങ്ങൾ ഈ ചക്ക ഇട്ടിങ്ങനെ ഒരുക്കി നന്നാക്കി എടുക്കാൻ പറ്റുന്നത്. പിന്നെ എല്ലാവരും കൂടെ കൂടിയിരിക്കുമ്പോൾ നാട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞ് അതും ഒരു രസമാണ്. എല്ലാവരും കൂടി അങ്ങനെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ചക്കച്ചുളയൊക്കെ വൃത്തിയാക്കി അരിഞ്ഞ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ചെയ്യാറുള്ളവർക്കറിയാം, ചക്കയുടെ പരിപാടി അത്ര ഈസി അല്ല. നല്ലോണം സമയമെടുക്കും. അതുകൊണ്ട് 1 മണിക്കൂറോളം എടുത്തു ഒരു വലിയ ചക്ക വെട്ടി പരുവത്തിലാക്കി എടുക്കാനായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് സൂര്യന് താഴെയുള്ള എല്ലാത്തിനെക്കുറിച്ചും കാർത്തുമ്മയുടെ വക അഭിപ്രായങ്ങളും സംസാരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്കൊരു വലിയ തേങ്ങ വേണം, അതും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞുള്ള ക്ലീനിങ് ആണ് അതിലും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. ഈ ചകിണിയും ഇതിൻ്റെ ചക്ക മടലും എല്ലാം അരിഞ്ഞ് തിരിഞ്ഞ് പറക്കി മാറ്റി നമ്മൾ എടുക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് ഇത് അടുക്കളയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി അതൊന്ന് കഴുകി വാരി ചീഞ്ചട്ടിയിലിടണം. എന്നിട്ട് കുറച്ച് അരപ്പ് സാധനങ്ങൾ, അരയ്ക്കാനുള്ള കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട്. അത് പറഞ്ഞതുപോലെ തന്നെ ഒരു വലിയ തേങ്ങ, പിന്നെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കൊല്ലമുളക് അല്ലെങ്കിൽ ചുമന്ന ഉണക്കമുളക്, നല്ലോണം വേണം കറിവേപ്പില, ജീരകം, കുരുമുളക്. ഇത്രയാണ് നമ്മൾ ഇതിനെടുക്കുന്നത്. ഒരല്പം മുളക് പൊടി ഇട്ടിട്ട്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് നമ്മൾ ആദ്യം അതൊന്ന് റെഡിയാക്കി വയ്ക്കുന്നത്, പുരട്ടി വയ്ക്കുന്നത്. പിന്നെ ഒരു ഉപ്പും പാകത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ കൊല്ലമുളക് മാത്രം സെപ്പറേറ്റ് ആയിട്ട് അരച്ച ഗ്രേവിയാണ് ഈ ഒഴിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള ചേരുവകളെല്ലാം അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഒരു 15 മിനിറ്റ് മതി ഈ ചക്ക വെന്ത് കിട്ടാനായിട്ട്. അധികം വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇനി ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നല്ലോണം വെള്ളം ഒഴിക്കാം. ഇപ്പോൾ ചക്ക ഇവിടെ വെന്ത് പാകമായിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ഈ അരപ്പ് അതിലേക്ക് ഒഴിക്കുകയാണ്. അത് അരപ്പ് എടുത്തിരുന്ന പാത്രത്തിൽ ഒരു അല്പം വെള്ളം ഒഴിച്ചതൊന്ന് കഴുകി ഒഴിച്ചാൽ പാകത്തിനുള്ള ചാറായി കഴിഞ്ഞു. പിന്നെ നന്നായിട്ട് ഇളക്കി ഒരു 5 മിനിറ്റോളം സിമ്മിലിട്ടാൽ മതി. പിന്നെ കറിവേപ്പില നല്ലോണം ഇടുക, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ചക്കപ്പുഴുക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നാടൻ രുചി ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും നല്ലൊരു വിഭവമാണ്. ചക്ക കൊണ്ട് ഉണ്ടാക്കാവുന്ന ഏറ്റവും നല്ലൊരു വിഭവമാണ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് ചക്കക്കുരും കൂടി ഇടുന്നുണ്ട്. ചുള മാത്രമല്ല, ചക്കക്കുരു ഇടുന്നുണ്ട്. നന്നായിട്ട് വിളഞ്ഞ ചക്ക കൊണ്ടാണ് നന്നായിട്ട് മൂത്ത ചക്ക കൊണ്ടാണ് നമ്മൾ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് ചക്കപ്പുഴുക്ക് തനിയെ കഴിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു അച്ചാറും കൂടി കൂട്ടിയാൽ നന്നായിരിക്കും.